ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, നിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് നമുക്കറിയാം. പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. പാർട്ട് 4 ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ദ ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തത്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത്. ദേ കോപ്പി ഇറ്റ് ഫ്രം സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് കോപ്പി ചെയ്തത്. ഏതിനെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ. അപ്പോൾ ദ ഫസ്റ്റ് കൺട്രി ടു അഡോപ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്പെയിൻ. അപ്പോൾ സ്പെയിനാണ് ആദ്യമായിട്ട് അവരുടെ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒരു ഭാഗം കൂട്ടിച്ചേർത്തത്. അവിടെ നിന്ന് അയർലൻഡ് കടമെടുത്തു, അവിടെ നിന്ന് നമ്മൾ കടമെടുത്തു, ഇന്ത്യ കടമെടുത്തു. അപ്പോൾ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സപ്രൂ കമ്മിറ്റി. സപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്, റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 4ാം ഭാഗത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിർദ്ദേശങ്ങളാണ്, ഡയറക്ഷൻസ് ടു ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് വിങ് ഓഫ് ദ ഗവൺമെൻറ്. അല്ല, ഇന്ത്യയിലെ ലെജിസ്ലേച്ചേഴ്സിനും നിയമനിർമ്മാണ സഭകൾക്കും അതുപോലെ എക്സിക്യൂട്ടീവിനുമുള്ള നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഡോക്ടർ B.R. അംബേദ്കർ കോൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൾസോ ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അംബേദ്കർ വിളിച്ചത് എങ്ങനെയാണ്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ KT ഷോ കോൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്കാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ബാങ്കിന് മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ അപ്പോൾ KT ഷോ കോൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് എ ചെക്ക് ഓൺ എ ബാങ്ക്, ആസ് ദ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക്. KT ഷോ പറഞ്ഞതാണ്. അതുപോലെ ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇൻ ഫാക്ട് ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിസംബിൾ to the instrument of instructions contained in the Government of India Act 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് അറിയപ്പെടുന്ന ആ പ്രൊവിഷൻസിന് സമാനമാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The only difference is that the instrument of instructions contained in the Government of India Act 1935 were to the directions to the or instructions to the Governor General of British India. എന്നാൽ നമ്മുടെ ഭരണഘടനയിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഈ യഥാർത്ഥത്തിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എയിം അറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗമാണ്? ഡയറക്റ്റീവ് പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഓക്കെ, അപ്പോൾ അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എയിം അറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? എയിം അറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി, വേറാസ് ഫണ്ടമെൻ്റൽ റൈറ്റ് സീക്ക് ടു എസ്റ്റാബ്ലിഷ് എ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻ ദ കൺട്രി.
അപ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിനാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിലോ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസിയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എയിം ചെയ്യുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് എവിടെ വരുന്നത്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിയബിൾ ഇൻ നാച്ചർ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിയബിൾ ഇൻ നാച്ചർ. DPSP എന്താണ്, നോൺ ജസ്റ്റിസിയബിൾ ആണ്. നോൺ ജസ്റ്റിസിയബിൾ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. എന്താണ് നോൺ ജസ്റ്റിസിയബിൾ? നോൺ ജസ്റ്റിസിയബിൾ മീൻസ് വിച്ച് കനോട്ട് ബി enforced through court of law, which cannot be enforced through court of law. കോടതിയിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നോൺ ജസ്റ്റിസിബിൾ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിബിൾ ഇൻ നാച്ചർ, വേറാസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ ഇൻ നാച്ചർ. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാം. കോടതിയിലൂടെ എന്ന് മാത്രമല്ല, ഈവൻ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ സുപ്രീം കോർട്ട് ഓർ ഹൈ കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32 ഫോർ സുപ്രീം കോർട്ട് ആൻഡ് 226 ഫോർ ഹൈ കോർട്ട്. അപ്പോൾ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് നേരിട്ട് സുപ്രീം കോടതി പോകാം. ആർട്ടിക്കിൾ 32 അനുസരിച്ച്, ഹൈക്കോടതിയിലാണെങ്കിൽ 226 അനുസരിച്ച് പോകാം. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വി കനോട്ട് ഗോ ടു ദ കോർട്ട് for the enforcement of a provision under directive principles of state policy because it is not justiciable എന്നാണ് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തില്ല, കഴിയില്ല. അതാണ് DPSPയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ വി ക്യാൻ എൻഫോഴ്സ്ഡ് ത്രൂ കോർട്ട് ഓഫ് ലോ. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ കണ്ടു 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. 36 മുതൽ 51 വരെയാണ് വരുന്നത് അല്ലേ? അതിൽ ആർട്ടിക്കിൾ 36 പറയുന്ന സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പാർട്ട് 3 പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനം തന്നെയാണ് പാർട്ട് 4 അപ്ലൈ ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 37. ആർട്ടിക്കിൾ 37 ഡീൽസ് വിത്ത് ആർട്ടിക്കിൾ 37 പറയുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ദ പാർട്ട്. ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 37 says that Article 37 says that എന്താണ്, these directive principles shall not be enforced through court of law. Directive principles shall not be enforceable through court of law. Non-justiciable. അപ്പോൾ നമുക്ക് അവിടെ ഒരു അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കാം. അതായത് which part of the Indian constitution is fundamental in the governance of the country? A question can be asked from which part of the Indian constitution is fundamental in the governance of the country? അപ്പോൾ ഏത് ഭാഗമാണ്, ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് പാർട്ട് 4 ആണ്. Which article says that directive principles are non-justiciable? അപ്പം നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതും ആർട്ടിക്കിൾ 37 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 37 says that directive principles shall not be enforceable by any court, but they are fundamental in the governance of the country. They are fundamental in the governance of the country. Okay, directive principles are non-justiciable എന്ന് പറയുന്ന ആർട്ടിക്കിൾ 37 ആണ്. Directive principles are fundamental in the governance of the country എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 37 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 37 says that directive principles shall not be enforceable by any court, but they are fundamental in the governance of the country. It should be keep in mind while making laws and policies and programs. അപ്പോൾ നമ്മുടെ
ആർട്ടിക്കിൾ 37 പറയുന്നത് ഇത് ഒന്നാമതായി പറയുന്നത് ഇത് നോൺ ജസ്റ്റിസിബിൾ ആണ്, രണ്ടാമതായിട്ട് ഇത് ഫണ്ടമെന്റൽ ആണ്, മൂന്നാമതായിട്ട് പറയുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മനസ്സിൽ വെക്കണം. നിയമം നിർമ്മിക്കുന്ന ആൾക്കാർ ലോ മേക്കേഴ്സ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ മേക്കിംഗ് ലോസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നിയമനിർമ്മാണം ചെയ്യുന്ന ആൾക്കാർ മനസ്സിലുണ്ടാകും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം നമ്മളൊരു നിയമം നിർമ്മിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 38 ഒന്നാമത്തത് ദ പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് എ സോഷ്യൽ ഓർഡർ. അപ്പോൾ ഒരു സാമൂഹിക ഒരു ക്രമം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിളിൽ ഒന്നാമത്തെ പ്രൊവിഷൻ. ആർട്ടിക്കിൾ 38 ഒന്നാമത്തെ പ്രൊവിഷൻ. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ടു മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, മിനിമൈസ് inequalities in income, to minimize inequalities in income and to eliminate the inequalities in status, facilities and also opportunities. അപ്പോൾ ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 38 ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, സെക്യൂറിങ് എ സോഷ്യൽ ഓർഡർ. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ടു മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, അതുപോലെ തന്നെ ടു എലിമിനേറ്റ് ഇനീക്വാലിറ്റീസ് ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ദിസ് സെക്കൻഡ് പ്രൊവിഷൻ വാസ് ആഡഡ് ബൈ ദ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രൊവിഷൻ ആർട്ടിക്കിൾ 38 രണ്ടാമത്തെ പ്രൊവിഷൻ ആഡ് ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതി വഴിയായിട്ട് 1978 എന്ത് ചെയ്തു? ആഡ് ചെയ്തത്. മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 37 നമ്മൾ പഠിച്ചു, ആർട്ടിക്കിൾ 38 പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 39 അപ്പോൾ ആർട്ടിക്കിൾ 39 6 ക്ലോസുകളാണ് എന്താണ് ആർട്ടിക്കിൾ 39 വരുന്നത്. അതിൽ നമുക്ക് ABCDE മുതൽ F വരെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ആർട്ടിക്കിൾ 39D, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39 ക്ലോസ് D ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്ന ഇനീക്വാലിറ്റീസിന് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 39 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ A. ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ A. ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എയിൽ വരുന്നത് ഏതാണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പോൾ 39D ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. അടുത്ത 39A ക്യാപിറ്റൽ എയിൽ വരുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. അപ്പോൾ പാവപ്പെട്ടവർക്ക് എന്താ പറയുക, തുല്യ നിയമസഹായവും അതുപോലെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. അപ്പോൾ എല്ലാവർക്കും, അതായത് സമ്പത്തില്ല, കാശില്ല എന്ന് വെച്ചിട്ട് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? നിയമസഹായം ലഭിക്കാതിരിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 39A. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാർലമെന്റ് എന്ത് ചെയ്തു? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പാസ്സാക്കി. 1987 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പാസ്സാക്കി. അപ്പോൾ അതനുസരിച്ച് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഫോം ചെയ്തു. അപ്പോൾ അത് ആർട്ടിക്കിൾ 39 ചുവട് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ഫോം ചെയ്തു. അത് 1995 1995
1995 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. അത് 1987 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 39A ആഡ് ചെയ്തത് എങ്ങനെയാണ്, ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ 39A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആർട്ടിക്കിൾ 39A വാസ് added to the constitution by the 42nd Constitutional Amendment Act 1976. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 39A ഭരണഘടനയിൽ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. അത് പറയുന്നത് എന്താണ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിനുവേണ്ടിയാണ് നൽസ നമ്മൾ ഫോം ചെയ്തത്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ഫോം ചെയ്തു, 1995 ഫോം ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമുക്കറിയാം, ആർട്ടിക്കിൾ 40 പ്രതിപാദിക്കുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ്. അപ്പോൾ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തു? ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പാസ്സാക്കി 1992 1992 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നു. അതിലൂടെ എന്ത് ചെയ്തു? പഞ്ചായത്തി രാജ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകി. അപ്പോൾ 73rd അമെൻമെന്റ് ആക്ട് ഈസ് അതർവൈസ് നോൺ ആസ് പഞ്ചായത്തി രാജ് ആക്ട് ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഈസ് അതർവൈസ് നോൺ ആസ് നഗരപാലിക ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട് എന്ന് പറയുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 40 പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് ആണ്, അല്ലേ? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. അതിന്റെ ചുവട് പിടിച്ച് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ അടുത്ത് ഉള്ളത് ആർട്ടിക്കിൾ 41ലാണെങ്കിൽ റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ്. റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ എന്താണ് റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത്? നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന അവകാശം, അതുപോലെ റൈറ്റ് ടു വർക്ക്, അതുപോലെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനുള്ളത്, അതുപോലെ തന്നെ പബ്ലിക് അസിസ്റ്റൻസിനുള്ള അപ്പോൾ റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. അതായത് സർട്ടൻ കേസസ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയബിലിറ്റി, പബ്ലിക് അസിസ്റ്റൻസ് ഇൻ അൺഎംപ്ലോയബിലിറ്റി, അതുപോലെ തന്നെ എന്താ പറയുക ഓൾഡ് ഏജ്, ഡിസബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ പബ്ലിക് ഒരു എന്താ പൊതുവായിട്ടുള്ള ഒരു സഹായം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവകാശമുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ് എന്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലില്ലായ്മ വേതനം, അതുപോലെ പെൻഷൻ സ്കീംസ്. അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ആർട്ടിക്കിൾ 41ന്റെ ഇതിലാണ്. റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, അതുപോലെ ഇനി അടുത്തുള്ളത് ആർട്ടിക്കിൾ 42ലാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്, അതുപോലെ തന്നെ മാറ്റേണിറ്റി റിലീഫ്, പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മാറ്റേണിറ്റി റിലീഫ്. അപ്പോൾ മാറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 42 ആണ്. മാറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 42ലാണ് മാറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് എനാക്റ്റഡ് മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിന്റെ ആർട്ടിക്കിൾ 42ന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പാസ്സാക്കി. ഓക്കെ, ദിസ് മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പാസ്സാക്കി 1961 മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ത് ചെയ്തു? പാസ്സാക്കുന്നുണ്ട്. ഈ മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിനെ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. റീസെന്റ് മാറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വാസ് അമെൻഡഡ് ബൈ ദ പാർലമെന്റ് അമെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു?
It increased the duration of paid maternity leave for women employees from the existing 12 weeks to 26 weeks. അപ്പോൾ നേരത്തെ 12 ആഴ്ചയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴാണെങ്കിലോ അത് 26 ആഴ്ചയായിട്ട് മാറ്റിയാണ് ചെയ്തത്. 26 വീക്സ്, 12 നിന്ന് 26 ആഴ്ചയായിട്ട് എന്ത് ചെയ്തു ഈ മറ്റേണിറ്റി ലീവ്. Now the women employees can avail 26 weeks of paid leave, paid maternity leave. 26 ആഴ്ചയായിട്ട്, അത് 2017 മാറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് വഴിയായിട്ടാണ് എന്ത് ചെയ്തു ഈ 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായിട്ട് എന്ത് ചെയ്തു കൂട്ടിയത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 42 മറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ആർട്ടിക്കിൾ 43. അടുത്ത് വരുന്ന ആർട്ടിക്കിൾ 43 ആർട്ടിക്കിൾ 43 ലിവിംഗ് വേജ് എക്സെട്രാ ഫോർ വർക്കേഴ്സ്, ലിവിംഗ് വേജ് എക്സെട്രാ ഫോർ വർക്കേഴ്സ്, അതാണ് ആർട്ടിക്കിൾ 43 വരുന്നത്. കൂടാതെ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എവിടെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 43 വരുന്നത്. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് വരുന്നത്. ഓക്കെ, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ ലിവിംഗ് ഏജ് എക്സെട്രാ ഫോർ വർക്കേഴ്സ്. ഓക്കെ, ആർട്ടിക്കിൾ 43A പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. വർക്കേഴ്സിന്റെ വ്യവസായങ്ങളിലൊക്കെ ആരുടെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ, പ്രാതിനിധ്യവും കൂടെ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 43A. അതും 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയായിട്ടാണ് ഈ 43A കൂട്ടിച്ചേർത്തത്. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അത് കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ്? 42nd അമെൻമെന്റ് ആക്ട് 1976 1976 42ാം ഭേദഗതി വഴിയായിട്ടാണ് 43A കൂട്ടിച്ചേർത്തത്. എന്താ? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43B കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 43B. This Article 43B was added to the Constitution by the 97th Constitutional Amendment Act. 97th Constitutional Amendment Act 2011. 2011 97ാം ഭരണഘടനാ ഭേദഗതി വഴിയായിട്ടാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്തു ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഓക്കെ, 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു 43B, ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ പാർട്ട് 9Bയും കൂട്ടിച്ചേർത്തു. 9B പാർട്ട് 9Bയും എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 43B കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43Bയും പാർട്ട് 9Bയും എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു. 43B എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഭാഗം കൂട്ടിച്ചേർത്ത വർഷം ഏതാണ്? 2011 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൂട്ടിച്ചേർത്തത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഏതാണ്? ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 നമുക്കറിയാം എന്താണ്? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? 44 എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വിഭാഗങ്ങൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, റിലീജിയൻ എക്സെട്രാ, അല്ലെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു നിയമം, ഒരു സിവിൽ ലോ. ക്രിമിനൽ നിയമം എല്ലാവർക്കും ഒന്നാണ്, പക്ഷേ ഓരോ റിലീജിയന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ഇവിടുത്തെ സിവിൽ നിയമം എന്ന് പറയുന്നത്. അതിൽ മാറ്റം വരുത്തണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 44 ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇന്ത്യയിൽ അങ്ങനെ അത് നടപ്പിലാക്കിയിട്ടില്ല. But the only one state where the uniform civil code is in existence, എവിടെയാണ്? ഗോവയിലാണ് യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ നിലവിലുള്ളത്. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ്, ഗോവ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് 45, ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 45
Okay, early childhood care and education up to the age of 6 years. 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ എഡ്യൂക്കേഷൻ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനലി ആർട്ടിക്കിൾ 45 പറഞ്ഞിരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14 years എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കെയർ നൽകണമെന്ന് പറഞ്ഞിരുന്ന ആർട്ടിക്കിളാണ് 45. എന്നാൽ ഇപ്പോഴും പറയുന്നത് 6 വയസ്സ് വരെ എന്നാണ്. കാരണം ബൈ ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഏത് വർഷം 2002 2002 86ാം ഭരണഘടനാ ഭേദഗതി വഴിയായിട്ട് ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഈ 14 എന്നുള്ളതിനെ എന്ത് ചെയ്തു? 14 എന്നുള്ളതിനെ വെട്ടിയിട്ട് അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്തു? 6 ആക്കി. എന്നിട്ട് ഈ 6 മുതൽ 14 വരെ എവിടെ കൊണ്ടുവന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അങ്ങ് മാറ്റി. 6 മുതൽ 14 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കി മാറ്റി. എന്നിട്ട് പുതിയൊരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഏതാണ്? ആർട്ടിക്കിൾ 21A അല്ലെ? ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ അങ്ങനെ 14 വയസ്സ് വരെ എന്നുള്ള 45 ആർട്ടിക്കിൾ 45 പറഞ്ഞിരുന്ന 14 വയസ്സ് വരെ എന്നുള്ള ആ ഒരു വേർഡ് അമെൻഡ് ചെയ്തിട്ട് 6 വരെ എന്നാക്കി. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ 6 years എന്നാക്കി, അപ് ടു ദ 6 years. എന്നിട്ട് എഡ്യൂക്കേഷൻ ബിക്കേം എ ഫണ്ടമെന്റൽ റൈറ്റ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. അത് ആർട്ടിക്കിൾ എന്നിട്ട് ഒരു സെപ്പറേറ്റ് ആർട്ടിക്കിൾ വാസ് ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോൾ ആർട്ടിക്കിൾ 21A ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A. അത് കുട്ടികൾക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ അല്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? 6 വയസ്സ് വരെ എന്നുള്ളത് 45 നിലനിർത്തിയിട്ട് 6 മുതൽ 14 വരെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തു. 86ാം ഭേദഗതിയാണ് 2002. അപ്പൊ ഇതിനെ തുടർന്നുകൊണ്ട് എന്ത് ചെയ്തു? പാർലമെന്റ് എനാക്റ്റഡ്. ഇത് ഭരണഘടനാ ഭേദഗതിയാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് പാർലമെന്റ് വീണ്ടും ഒരു നിയമം പാസ്സാക്കി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ത് ചെയ്തു? പാസ്സാക്കി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. ഏത് വർഷം? 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. എന്നിട്ട് ഈ പാർലമെന്റ് പാസ്സാക്കിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 അല്ലെ? 2010 ഏപ്രിൽ 1 ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയത് 2002 86ാം ഭേദഗതി അനുസരിച്ചാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയത്. അത് ആർട്ടിക്കിൾ 21A പറയുന്നത്. ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സ് വരെയാണ് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിന്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് എത്രയാണ്? ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 46 പറയുന്നത് എന്താ? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC/ST അല്ലെ? എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SCs, STs and other weaker sections. അപ്പോൾ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ നമുക്ക് ഇതിൽ റിസർവേഷൻ സിസ്റ്റം, നമുക്ക് ഈ റിസർവേഷൻ സിസ്റ്റം നമ്മുടെ ഈ ആർട്ടിക്കിൾ 46 ചുവട് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ റിസർവേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം. അപ്പോൾ റീസെൻ്റ്ലി ദ പാർലമെന്റ് ബൈ ദ 103rd Amendment Act of 2018, the Parliament provided 10% reservation for economically backward classes of citizens.
അപ്പം നമ്മുടെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, റിലീജിയൻ എക്സെട്ര, ഏത് മതവിഭാഗത്തിലായാലും ഏത് ജാതിയിൽപ്പെട്ടതായാലും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരിൽ 10%, അവർക്ക് 10% റിസർവേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സിലും ഒക്കെ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. 103rd അമെൻമെൻറ്റ് ആക്ട് വഴിയായിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, അങ്ങനെ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, 10%, അതും നമ്മുടെ എന്താണ് ആർട്ടിക്കിൾ 46 പരിധിയിലാണ്. അപ്പോൾ ആർട്ടിക്കിൾ 46 നമ്മുടെ ഒരു ഡയറക്റ്റീവാണ്. ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും അവർക്ക് എഡ്യൂക്കേഷനിൽ അതുപോലെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതായത് വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മീനിങ് ഉണ്ട് അവിടെ. വീക്കർ, വൈഡർ ദാൻ ദാറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 47 പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു പ്രൊഹിബിറ്റ് ദ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അപ്പോൾ മദ്യനിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ, പ്രൊഹിബിഷൻ ഓഫ് ലിക്വറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 47 ആണ്, പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ഓക്കെ, അതുപോലെ തന്നെ എന്താ നെക്സ്റ്റ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48 പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ അനിമൽ ഹസ്ബൻഡറി. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗസ്. ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48 ആണ്. ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 48 ആണ്. ഓക്കെ, സ്ലോട്ടർ ഓഫ് കൗസ്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. അല്ലെ? അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48A ആണ്. പരിസ്ഥിതി സംരക്ഷണം, ആർട്ടിക്കിൾ 48A. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 48A. അതുപോലെ തന്നെ ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A പറയുന്ന 51A എന്താണ്? 51A അല്ലേ, ക്ലോസ് G. 51A ക്ലോസ് G ഇതിൽ പറയുന്നതും എന്താണ്? പരിസ്ഥിതി സംരക്ഷണമാണ്. പക്ഷെ അതെവിടെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഇത് രണ്ടും എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ്. ഇത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി, ഇത് സിറ്റിസന്റെ ഡ്യൂട്ടി. ഒരു പൗരന്റെ ഡ്യൂട്ടിയാണ് 51G പറയുന്നത്. ഓക്കെ, ഇതാണെങ്കിലോ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആർട്ടിക്കിൾ 48A വാസ് ആഡഡ് ബൈ ദ 42nd Amendment Act 1976. 1976 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ 48A എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത്. 48A പ്രതിപാദിക്കുന്ന എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. 46 ആണെങ്കിലോ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. 47 ആണെങ്കിലോ പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. 48 ആണെങ്കിലോ സ്ലോട്ടർ ഓഫ് കൗസ്. ഓക്കെ, 48A പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഇനിയുള്ളത് ഏതാണ്? 49 ആർട്ടിക്കിൾ 49 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ് അല്ലെ? പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ് ആൻഡ് places and objects of national importance. Okay, protection of monuments and places and objects of national importance. അത് ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും സ്മാരകങ്ങളെയും അല്ലെ വസ്തുക്കളെയും ഒക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 49 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഈസ് എ ഡാഷ് എന്ന് ചോദിക്കും. ഓപ്ഷൻ എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി ഫണ്ടമെന്റൽ റൈറ്റ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടി,
ഓപ്ഷൻ ഡി ഓൾ ദ എബവ് എന്ന് ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 49. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഏതാണ്? 50, ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 ഡീൽസ് വിത്ത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി. അപ്പോൾ എന്താ? ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അപ്പോൾ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർതിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻഷുർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇതനുസരിച്ച് CRPC 1973 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്തു? കോഡ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പാസ്സാക്കി. അതനുസരിച്ച് സെപ്പറേറ്റ് ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോഡ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ അതനുസരിച്ച് എന്നിട്ട് അത് ക്രിമിനൽ ട്രയൽ എന്ത് ചെയ്തു? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കീഴിൽ കൊണ്ടുവന്നു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അതിൽ റോളൊന്നും ഇല്ലാതാക്കി. അപ്പോൾ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ആർട്ടിക്കിൾ 50 അതിന്റെ അടിസ്ഥാനത്തിലാണ് 73 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ത് ചെയ്തു? നമ്മൾ പാസ്സാക്കി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോഷൻ ഓഫ് international peace and security, international peace and security, promotion of international peace and security ആർട്ടിക്കിൾ 51 വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. എത്ര മുതലാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ എന്താ പറയുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഭാഗം നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അതൊരു വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ് എയിം ചെയ്യുന്നത്. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. നോൺ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയത്തില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ജസ്റ്റിസിബിൾ ആണ്. കോടതിയിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതുപോലെ അപ്രൂവ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഉൾപ്പെടുത്തിയത്. ന്യായവാദത്തിന് അർഹമല്ല എന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അർഹമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 37 ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈവൻ ദോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിബിൾ ദേ ആർ ഫണ്ടമെന്റൽ ഇൻ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 37 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസുകളെല്ലാം നമ്മൾ 36 മുതൽ 36 ആണെങ്കിൽ സ്റ്റേറ്റ് എന്താണെന്ന് പറയുന്നതാണ്. ഓക്കെ, എത്രയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ 3 തരംതിരിക്കുക. അതൊക്കെയാണ് ഒന്നാമതായിട്ട് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, 2 ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, 3 ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ 3 നമുക്ക് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ തരംതിരിക്കാം. 3 തരത്തിൽ തരംതിരിക്കാമെങ്കിലും ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ സച്ച് ക്ലാസിഫിക്കേഷൻ. ഭരണഘടനയിൽ ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. എന്നാൽ എന്ത് ചെയ്യാം? വി ക്യാൻ ക്ലാസിഫൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ ദ കണ്ടന്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ 3 തരത്തിൽ തരംതിരിക്കുക. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അതായത് എക്സാമിന് ചോദിക്കും ഇതിൽ വരുന്നത് ഏതിപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് ഏത് പ്രിൻസിപ്പിളാണെന്ന് ചോദിക്കും. ഗാന്ധിയൻ പ്രിൻസിപ്പിളാണോ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളാണോ, പിന്നെ അതുപോലെ തന്നെ എന്താണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണോ എന്ന് ചോദിക്കും. ഏതാണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് ഏത് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചായത്ത്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ക്ലാസിഫിക്കേഷൻ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആദ്യം നമുക്ക് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ വരുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 38, അതുപോലെ 39, 39A, 41, 42, 43,
അതുപോലെ 43A, 47, ആർട്ടിക്കിൾ 38, 39, 39A, 41, 42, 43, 43A ആൻഡ് 47. ഇങ്ങനെ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 38 വരുന്നുണ്ട്, പിന്നെ 39 വരുന്നുണ്ട്, 39A വരുന്നുണ്ട്, 41 വരുന്നുണ്ട്, 42 വരുന്നുണ്ട്, 43 വരുന്നുണ്ട്, 43A വരുന്നുണ്ട്, 47 വരുന്നുണ്ട്. അങ്ങനെ 8 ആർട്ടിക്കിൾസ് ആണ് ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് തന്നിട്ട് ഈ ആർട്ടിക്കിൾ ഏതിൽ വരുന്നതാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലാണോ, ഗാന്ധിയൻ പ്രിൻസിപ്പിളിലാണോ, അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിലാണോ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ആർട്ടിക്കിൾ 38 വരുന്നുണ്ട് അല്ലേ? അത് എന്താണ്? ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആർട്ടിക്കിൾ 38. അതുപോലെ വരുന്നത് ആർട്ടിക്കിൾ 39 വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 39ലാണെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 തരത്തിലുള്ള ക്ലോസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൺ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താ? ആർട്ടിക്കിൾ 39A വരുന്നു. ആർട്ടിക്കിൾ 39A ആണെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. അതേത് ആർട്ടിക്കിൾ, ഏത് ഇതിലാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് അല്ലേ? നെക്സ്റ്റ് 39A കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? 41 ആണ്. 41 വരുന്നത് റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. ആർട്ടിക്കിൾ 41ലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 42, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ മാറ്റേണിറ്റി റിലീഫ്. അപ്പോൾ മാറ്റേണിറ്റി റിലീഫ് ഏത് ആർട്ടിക്കിൾ ഇതിലാണ് വരുന്നത്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലാണ് മാറ്റേണിറ്റി റിലീഫ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 43 അല്ലേ? ലിവിങ് വേജസ് ഫോർ വർക്കേഴ്സ് എക്സെട്ര. അത് വരുന്നത് ആർട്ടിക്കിൾ 43ലാണ്. അതും സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് വരുന്നത് 43A ആണ്. അത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അതും വരുന്ന സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 47ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 47ൽ റൈസിംഗ് ഓഫ് ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇത് രണ്ടും റൈസ് ചെയ്യണം. അതുപോലെ തന്നെ ടു പ്രൊഹിബിറ്റ് ദ ടു ഇംപ്രൂവ്മെന്റ് പബ്ലിക് ഹെൽത്ത്, അതുപോലെ ടു പ്രൊഹിബിറ്റ് ദ ലിക്വർ അല്ലേ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, അതും വരുന്ന 47ലാണ്. പക്ഷേ ഇവിടെ ഇൻടോക്സിക്കേറ്റിംഗ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ വരുന്ന, അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വരുന്നത് അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആർട്ടിക്കിൾ 47ലെ ഫസ്റ്റ് പ്രൊവിഷനാണ് ഏതിൽ വരുന്നത്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ വരുന്നത്. എന്താണ്? റൈസിംഗ് ഓഫ് ലെവൽ ഓഫ് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ റൈസിംഗ് ഓഫ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓക്കെ, ആൻഡ് ടു ഇംപ്രൂവ്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ്, ഇത്രയും പ്രൊവിഷനാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ വരുന്നത്. ആർട്ടിക്കിൾ 38, 39, 39A, 41, 42, 43, 43A, 47. ഓക്കെ, ഇത്രയും ആർട്ടിക്കിളാണ്, ഇത്രയും പ്രൊവിഷനാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ നോക്കാം. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നത് ആർട്ടിക്കിൾ 40, അതുപോലെ ആർട്ടിക്കിൾ 43, 43B, 46, 47, 48. ഇത്തരത്തിലുള്ള 6 ആർട്ടിക്കിൾസ് ആണ് ഏതിൽ വരുന്നത്? ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 40ൽ നമുക്കറിയാം എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അപ്പോൾ അത് എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. പഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് തത്വത്തിലാണ് വരുന്നത്? ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് തത്വമാണ്? ഗാന്ധിയൻ തത്വമാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40. നെക്സ്റ്റ് ആർട്ടിക്കിൾ 43, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 43ലാണ് വരുന്നത്. അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 43B, അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് ആഡ് ചെയ്തത് 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2011ലാണ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ഒരു ഭാഗം ഭരണഘടനയിൽ ആഡ് ചെയ്തത്. അങ്ങനെ ആർട്ടിക്കിൾ 43B എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്തു. ഓക്കെ, അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അതും വരുന്നത് ആരുടെയാണ്? നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് വരുന്നത്, ഗാന്ധിയൻ ഐഡിയോളജിയാണ്. നെക്സ്റ്റ് വരുന്നത് 47ൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഭാഗം വരുന്നത് ഏതിലാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലാണ്. അതായത് റൈസിംഗ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എക്സെട്ര, പബ്ലിക് ഹെൽത്ത്, അതെല്ലാം വരുന്നത് 47ലാണ്. പക്ഷേ ആ ഭാഗം വരുന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിലാണ് വരുന്നത്. എന്നാൽ ഇവിടെ ആർട്ടിക്കിൾ 47ൽ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യനിരോധനം, പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ വരുന്നത് ആർട്ടിക്കിൾ 47ന്റെ ഒരു ഭാഗമാണ്. അത് വരുന്നത് മദ്യനിരോധനം ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ എന്താ പറയുക
ആർട്ടിക്കിൾ 48 വരുന്നത്. ആർട്ടിക്കിൾ 48 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 48 സ്ലോട്ടർ ഓഫ് കൗസ് അല്ലേ? സ്ലോട്ടർ ഓഫ് കൗസ് വരുന്നത് ആദ്യത്തെ 48ന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് വരുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? സ്ലോട്ടർ ഓഫ് ആൻഡ് ടു പ്രൊഹിബിറ്റ് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് ടു പ്രൊഹിബിറ്റ് സ്ലോട്ടർ ഓഫ് കൗസ്, അതുപോലെ മിൽച്ച് കാറ്റിൽ, ഡ്രോട്ട് കാറ്റിൽ, ഇതിൻ്റെയൊക്കെ സ്ലോട്ടറും എന്ത് ചെയ്യുന്നു? പ്രൊഹിബിഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 48 അപ്പോൾ ആർട്ടിക്കിൾ 48 രണ്ടാമത്തെ ഭാഗം വരുന്നത് ഏതിലാണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 40 ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്, ഓർഗനൈസേഷൻ ഓഫ് പഞ്ചായത്ത്സ്. അതുപോലെ 43 പ്രൊമോഷൻ ഓഫ് എന്താ പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ് വരുന്നത് 43 നെക്സ്റ്റ് അതുപോലെ 43B കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. 46 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ വീക്കർ സെക്ഷൻസ്, അതും ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് 47 മദ്യനിരോധനം വരുന്നത് 47 അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. പിന്നെ 48 സ്ലോട്ടർ ഓഫ് കൗസ് വരുന്നതും ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളായി, ഗാന്ധിയൻ പ്രിൻസിപ്പിളായി. ഇനി ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ആ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിൽ വരുന്ന ആർട്ടിക്കിൾസ് 44 വരും, 45 വരും, 48 വരും, അതുപോലെ 48A, 49, 50, 51 ഇത്രയും ആർട്ടിക്കിളാണ് അതിൽ വരുന്നത്. ഏതൊക്കെയാണ്? 44, 45, 48, 49, 50, 51 7 ആർട്ടിക്കിൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നു 48A. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 44, 45, 48, 48A, 49, 50, 51 ഇത്രയും ആർട്ടിക്കിളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിൽ വരുന്നത്. അപ്പോൾ അതിൽ 44 നമുക്കറിയാം എന്താണ്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 44. അത് ഏതാണ്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. അതുപോലെ 45 എന്ന് പറയുന്നത് എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years അതും വരുന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിലാണ്. പിന്നെ 48 വരുന്നത് എന്താണ്? മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസിൽ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി 48 വരുന്നതാണ്. അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. ഓക്കെ, അത് വരുന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിലാണ്. അതുപോലെ 48A വരുന്ന എന്തിലാണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അല്ലെ? പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് അതും വരുന്നത് ഏതിലാണ്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിലാണ്. അതുപോലെ 49 വരുന്നത് എന്തിലാണ്? 49 വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അതും ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് വരുന്നത് സെപ്പറേഷൻ ഓഫ് ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് അത് വരുന്ന ഏതിലാണ്? അതും ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. അതുപോലെ വരുന്നത് ആർട്ടിക്കിൾ 51 പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അന്തർദേശീയ സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്തണം എന്ന് അത് നമ്മുടെയും കൂടെ എന്താണ്? ഒരു കടമയാണ്, ഓരോ രാജ്യത്തിന്റെയും കടമയാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 51ാമത്തെ ആർട്ടിക്കിളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, അതുപോലെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും വരാവുന്നതുമായിട്ടുള്ള വന്നിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ റിവൈസ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുക, കണ്ട് ഇത് ബൈ ഹാർട്ട് ആക്കുക. ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഏത് പരീക്ഷയ്ക്ക് ചോദിക്കും. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടും. ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.